ഈ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നിയ ഫൈസൽ എന്ന പൊന്നോമന തെരുവുനായയുടെ കടിയേറ്റ് മരിച്ചത്. മാലിന്യ നിക്ഷേപവും അതിനെ തുടർന്നുള്ള തെരുവുനായ ശല്യവുമായിരുന്നു ആ അപകടത്തിൻ്റെ കാരണം. മാസം 6 പിന്നിട്ടിട്ടും ഇവിടെ അതിനുശേഷമുള്ള ഒരേയൊരു മാറ്റം ഇങ്ങനെയൊരു CCTV ഇവിടെ സ്ഥാപിച്ചു എന്നത് മാത്രമാണ്. അതും വെറും ഒരാഴ്ച മുൻപ് മാത്രം. നിയ ഫൈസലിൻ്റെ മാതാവ് ഹബീറയുടെ സന്തോഷകരമായ ജീവിതം മാറി. കണ്ണീരുണങ്ങാത്ത കാലം വന്നു. പിന്നെ ഉണ്ടായ ആകെ മാറ്റം ആദ്യം പറഞ്ഞ CCTV ആണ്. മാലിന്യ നിക്ഷേപം ഇപ്പോഴും തുടരുകയാണ്. പരാതികൾ പലതായപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രമാണ് അങ്ങനെയൊരു മാറ്റം. തെരുവുനായയുടെ ശല്യത്തിന് ഒരു കുറവുമില്ല. പ്രദേശത്തെ കാടെടുക്കാൻ പോലും നടപടിയുമില്ല. മോള് മരിച്ച് ഒരാഴ്ച ആയില്ല. അതിന് മുന്നേ ആ വേസ്റ്റ് ഡീൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പട്ടികളുണ്ട്. CCTV ഇപ്പോൾ ഒരാഴ്ചയായില്ല ഇപ്പോൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കുന്നു. അത് വർക്കിംഗ് ആണോ ഇല്ലയെന്നൊന്നും അറിയാൻ വയ്യ. അന്ന് മോള് മരിച്ച് ഇപ്പോൾ 6 മാസം, ഇത് 7ാമത്തെ മാസം തുടങ്ങുക. ഇന്ന് വരെ ഒരു മനുഷ്യൻ വിളിച്ചിട്ട് എന്താണെന്ന് ചോദിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആരെടുത്താ നമ്മൾ പരാതി പറയണ്ടേ? ഇപ്പം ഞാൻ ഒരാഴ്ച മുന്നേ കേസ് കൊടുത്തു. അതിനും സ്റ്റേഷനിൽ നിന്ന് പോലും ഇതുവരെ വിളിച്ചിട്ടില്ല. രാത്രിയായാൽ തെരുവുനായ ശല്യം രൂക്ഷമാകും. പട്ടാപ്പകൽ നമ്മളെത്തിയപ്പോഴും തെരുവുനായയെ കാണാമായിരുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ആനുകൂല്യവും ലഭിച്ചില്ല. വാക്സിൻ എടുത്തതിലെ ഗുരുതര പിഴവിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ലാത്ത മട്ടാണ്. ഇനിയൊരമ്മയ്ക്കും ഈ ഗതി വരാതിരിക്കാൻ ഹബീറ തെരുവുനായ ശല്യത്തിനെതിരായ സംസ്ഥാനതല പോരാട്ടത്തിനൊപ്പമുണ്ട്. തെരുവുനായ്ക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുരിയോട്ടുമലയിൽ ABC സെന്റർ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. 2025 ഈ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 40% വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏപ്രിൽ 2026 ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.